നമ്മുടെ ലൈഫ് ഭയങ്കരമായിട്ട് വേറൊരാളോട് കമ്പയർ ചെയ്ത് നോക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ ആണെന്ന് വെച്ചാൽ ഈ റീലൊന്ന് കാണണേ. അതായത് എന്തോ ആവട്ടെ, മേ ബി എഡ്യൂക്കേഷൻ, ജോലി, അതല്ലെങ്കിൽ ഫാമിലി, കുട്ടികൾ, അങ്ങനെ എന്ത് കാര്യങ്ങളാവട്ടെ, നമ്മൾ പൊതുവേ മനുഷ്യ സഹജമാണ്. നമ്മൾ പൊതുവേ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നമുക്കില്ലാത്ത കാര്യത്തിനോടാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത് അല്ലേ. അതായത് മേ ബി ഒരു ഫ്രണ്ടിനെ വെച്ച് കമ്പയർ ചെയ്യണമെങ്കിൽ ഓക്കെ അവൾക്ക് നല്ല ജോലിയുണ്ട്, അല്ലെങ്കിൽ അവന് നല്ല ജോലിയുണ്ട്, ഭയങ്കര മാർക്കുണ്ട്, അല്ലെങ്കിൽ അവർക്ക് പിള്ളേരുണ്ട്, എനിക്ക് പിള്ളേരില്ല, അല്ലെങ്കിൽ പിള്ളേരുണ്ടെങ്കിൽ തന്നെ അവരുടെ പിള്ളേർ ഭയങ്കര സ്മാർട്ടാണ്, എൻ്റെ പിള്ളേർ അത്രയും സ്മാർട്ടല്ല, അവർക്ക് അങ്ങനത്തെ വണ്ടിയുണ്ട്. ലൈക്ക് ഇങ്ങനെ നമ്പർ ഓഫ് കമ്പാരിസൺസ് അല്ലേ. ഇത് ചിലപ്പോൾ നമ്മൾ ആരും പറയത്തിലേക്ക് നമ്മുടെ മനസ്സിൽ തോന്നുന്ന കാര്യമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും സാധാരണ രീതിക്ക് ഒരു 90-95% ആൾക്കാരും കമ്പയർ ചെയ്യുന്നത് നമുക്കില്ലാത്ത എന്താണോ വേറെ ആൾക്ക് ഉള്ളത് എന്താണോ, അതായത് നമുക്ക് നേടാൻ ആഗ്രഹമുള്ളതിനോടാണ് കമ്പയർ ചെയ്യുന്നത്. അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാനസികമായിട്ട് കുറച്ച് ഡൗൺ ആവും. കാരണം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ലാക്കിലാണ്, നമ്മുടെ ഇല്ലായ്മയിലാണ്, നമുക്ക് ഉള്ളതിലല്ല നമ്മൾ കമ്പയർ ചെയ്യുന്നത്. അപ്പം ഈ സംഭവം ആക്ച്വലി എനിക്കും ഉണ്ടായിരുന്നു. ലൈക്ക് പിന്നീട് പല പല കാര്യങ്ങളും മെഡിറ്റേഷനും കുറച്ച് ബുക്സ് വായിക്കുകയും പിന്നെ ചില നല്ല ആൾക്കാർ അഡ്വൈസ് കിട്ടുകയും അങ്ങനെയൊക്കെ ചെയ്താണ് ഈ ഒരു സംഭവത്തിൽ നിന്ന് മാറിയത്. ഇത് മാറുമ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല കേട്ടോ തുറന്നു പറയാനായിട്ട്. എനിക്ക് അങ്ങനെ ഒരു കമ്പാരിസൺ ഫീലിംഗ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് പറയാനായിട്ട്. ആൻഡ് ഇത് പെട്ടെന്നൊരു ദിവസം ഒന്നും മാറ്റാനായിട്ട് പറ്റുന്ന കാര്യമില്ല. പക്ഷേ എവറി ടൈം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഒരു കമ്പാരിസൺ തോട്ട് വരുമ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റെഡ് ഓഫ് ലൈക്ക് നമ്മൾ എന്തുവാണ് ലാക്കിങ് ഫീലിംഗ്, അല്ലെങ്കിൽ എനിക്കത് ഇല്ലല്ലോ എന്നുള്ളത് വേറൊരാളെ വെച്ച് കമ്പയർ ചെയ്തതിനേക്കാട്ടിലും പകരമായിട്ട്, അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ സ്റ്റുഡൻറ്റ് വിസ വന്നിട്ട്, ഞാൻ കാനഡയിലാണ്, ഇവിടെ സ്റ്റുഡൻറ്റ് വിസയിൽ വന്നിട്ട് നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിട്ട് അവർ വറി ചെയ്യുന്നത് എന്താണ്, അയ്യോ എനിക്ക് PR ആയില്ലല്ലോ, അല്ലെ വർക്ക് പെർമിറ്റ് ആയില്ലല്ലോ എന്ന് വെച്ചിട്ടായിരിക്കും. പക്ഷെ ഇവർ കമ്പയർ ചെയ്യേണ്ടത് ഈ സ്റ്റുഡൻറ്റ് വിസയിലോട്ട് ഇങ്ങോട്ട് കയറി വരുന്നതിനേക്കാട്ടിലും മുന്നേ വിസ എങ്ങനെയെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ച് വഴിപാട് കഴിച്ച്, അതായത് വീട്ടുകാരെയും ഒക്കെ ടെൻഷനാക്കി ഏജൻസിയിലും കയറി ഇറങ്ങി എനിക്കൊന്ന് വിസ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം സെറ്റായി എന്ന് വിചാരിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോഴും അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. വിസ റിജക്റ്റഡ് ആയിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റാണ്ട് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും എന്തോരം ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം ഇവര്, മനസ്സിലായില്ല. അപ്പം നമ്മൾ ഇവിടെയാണ് നിൽക്കുന്നതെങ്കിൽ ഇവിടെ ഉള്ളവരെ വെച്ച് കമ്പയർ ചെയ്യുന്നതിന് പകരം അതിൽ താഴെയുള്ളതിൽ നമുക്കിപ്പോൾ ഉള്ളത് ഇല്ലാത്ത എന്തോരം ആൾക്കാരുണ്ട്. ഇനിയിപ്പോൾ ഈ പറഞ്ഞ രീതിക്ക് വിസ, ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞാൽ വിസ, ജോലി, വണ്ടി, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വിട്. നിങ്ങൾക്ക് അതായത് നല്ല ജോലിയില്ല, നല്ല വരുമാനമില്ല, നല്ല ഫാമിലി ഇല്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാലും ഇപ്പം ഈ റീല് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഫോണുണ്ടല്ലോ, നിങ്ങൾക്ക് കണ്ണുണ്ടല്ലോ, നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ, ഇതുപോലും ഇല്ലാത്ത എന്തോരോ ആൾക്കാരുണ്ട്. അവരെ വെച്ചിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമുക്ക്, അതായത് നമ്മൾ ലാക്കിൽ ഫോക്കസ് ചെയ്യുന്നതിന് പകരം നമുക്ക് എന്തുവാണോ ഉള്ളത് അതിനകത്തേക്ക് ഫോക്കസ് ചെയ്യുമ്പോഴത്തേക്കും സത്യം പറയാമല്ലോ മനസ്സിനൊരിച്ചിരി സന്തോഷം കാര്യങ്ങളൊക്കെ വരും. മറ്റേ നമ്മൾ ഇല്ലാത്ത ആൾക്കാരെ നോക്കി ഇങ്ങനെയോ അവർക്ക് അതുണ്ടല്ലോ എന്ന് പറഞ്ഞ് നിൽക്കുന്നതിനേക്കാളും കൂടുതൽ നമുക്കുള്ള കാര്യങ്ങളിൽ കൂടുതലായിട്ട് നമ്മൾ എൻജോയ് ചെയ്ത് ഹാപ്പി ആയിട്ട് ഗ്രേറ്റ്ഫുൾ ആയിട്ട് ഇരിക്കുവാണെങ്കിൽ അതിനനുസരിച്ച് യൂണിവേഴ്സ് നമുക്ക് കൂടുതൽ തരുകയും ചെയ്യും. അപ്പം എൻ്റെ കുഞ്ഞു ടെറ്റൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ് കേട്ടോ. ഇഷ്ടപ്പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പറയണം. ആൻഡ് ഇതേപോലത്തെ ഒരു കമ്പാരിസൺ നിങ്ങളും ചെയ്തേക്കുന്ന ആളാണെങ്കിൽ റിവീൽ ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറഞ്ഞേക്ക് കേട്ടോ. ബൈ.